സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ വഴി ചെറുപുഴ കൃഷിഭവൻ നടപ്പിലാക്കുന്ന ഫ്രൂട്ട് വില്ലേജ് പദ്ധതി കൃഷി ഓഫീസർ പി അഞ്ജു ഉദ്ഘാടനം ചെയ്തു. 10 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനായി അത്യുൽപാദന ശേഷിയുള്ള 9 ഇനം ഫലവൃക്ഷ തൈകൾ 50 കുടുംബങ്ങൾക്കായി വിതരണം ചെയ്തു. അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർമാരായ ഗീത പി, സുരേഷ് കുറ്റൂർ എന്നിവർ കർഷകരോട് സംസാരിച്ചു. ഓഫീസർ പറഞ്ഞതുപോലെ ഇത് 9 ഐറ്റംസ് ആണ് വിതരണം ചെയ്യുന്നത്. ഈ 9 ഐറ്റംസിൽ ഒരു മാവ്, 2 പ്ലാവ് ഗ്രാഫ്റ്റ് ചെയ്തത്, അതുപോലെ തന്നെ റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, സപ്പോട്ട, ഇത്രയും തൈകളാണ്. ഇത് തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്ക് അതായത് ഇത് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്, ഇതിൻ്റെ വളർച്ച നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ 10 സെൻറ്റ് കൃഷിയിടത്തിലാണ് ഇത് കൃഷി ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ ഇതിൻ്റെ നിരീക്ഷണം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ജിയോ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ശാസ്ത്രീയമായിട്ട് എല്ലാ വീടുകളിലും ഇത് ക്രമേണ തുടർന്ന് എല്ലാ വർഷങ്ങളിലും എല്ലാ കർഷകരിലും എത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ്. RKVY റെസ്റ്റാറിൻ്റെ ഫ്രൂട്ട് വില്ലേജ് എന്ന് പറയുന്ന സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ കിറ്റുകൾ നമ്മൾ വിതരണം ചെയ്യുന്നത്. ഇവിടെ 10 സെൻറ്റിലേക്ക് ഒരു കിറ്റ് എന്ന രീതിയിൽ 50 കിറ്റുകളാണ് ചെറുപുഴ കൃഷിഭവനിലൂടെ ഇത്തവണ വിതരണം ചെയ്യുന്നത്. ഇവിടെ മാവ്, പ്ലാവ്, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, സപ്പോട്ട മുതലായ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഇത്തവണ വിതരണത്തിന് വന്നത്. നമ്മളെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഭാഗമായി വിതരണം ചെയ്യുന്ന ഫ്രൂട്ട് വില്ലേജ് എന്ന് പറയുന്ന പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്ന 9 ഫലവൃക്ഷ തൈകൾ വാങ്ങിയ കർഷകരാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട കർഷകനാണ് ചിക്കർ ജോസഫ് എന്ന് പറയുന്ന ബെനിച്ചൻ. അദ്ദേഹം ഏകദേശം 20 ഏക്കറോളം സ്ഥലത്ത് കൃഷി പാട്ടത്തിനെടുത്ത് ചെയ്യുന്ന ഒരു കർഷകനാണ്. അപ്പോൾ ആദ്യം വന്ന 50 ഗുണഭോക്താക്കൾക്കാണ് നമ്മളിത് വിതരണം ചെയ്തത്. അത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ പഞ്ചായത്ത് തന്നെ ജീവിതശൈലി രോഗങ്ങളെയും മറ്റും ചെറുക്കുന്നതിനുള്ള ഒരുപാട് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ലോകാരോഗ്യ സംഘടന പറയുന്നത് ഒരു വ്യക്തി ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു ഫുഡ് പ്ലേറ്റ് വിഭാവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് നമ്മളൊരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ പകുതി പഴങ്ങളും പച്ചക്കറികളും ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മുൻപ് കാലത്തുള്ള ആൾക്കാർ അതിൽ 90% പഴങ്ങളും പച്ചക്കറികളുമായിരുന്നു. അതായത് ധാന്യങ്ങളും അതുപോലെ തന്നെ മാംസാഹാരവും വളരെ കുറച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പുതിയ തലമുറ ഒരു 10% പോലും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നത്. നമ്മളൊന്ന് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് പഴയ തലമുറയും പുതിയ തലമുറയും ഒരു 90 വയസ്സിൻ്റെ പഴയ തലമുറയെ അപ്പോൾ ആ ജീവിതശൈലി രോഗം 20 വയസ്സ് മുതൽ അവർ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര കാലം അവർ ജീവിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ 40-50 വയസ്സിൻ്റെ ആ റേഞ്ചിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ ഈ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്യം നിന്ന് പോകുന്നതുകൊണ്ടാണ്. അത് തന്നെയാണ് ആരോഗ്യവകുപ്പും പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ച പഴങ്ങളും പച്ചക്കറികളും നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് 8 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് ആകുന്ന പരമ്പരാഗത രീതിയിലുള്ള മാവും പ്ലാവുമാണ്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പം 2-3 വർഷം കൊണ്ട് ഉണ്ടാകുന്ന ഗ്രാഫ്റ്റും ബഡും ചെയ്ത പുതിയ സാങ്കേതിക വിദ്യയിലൂടെ ഗ്രാഫ്റ്റ് ബഡ് ലെയർ ചെയ്ത പഴങ്ങളും പച്ചക്കറികളുമാണ് വൃക്ഷങ്ങളാണ് നമ്മളിപ്പോൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ അത് ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മളെ പ്രധാനപ്പെട്ട കർഷകനായ പീറ്റർ ജോസ് അതിനെക്കുറിച്ച് അദ്ദേഹം വാങ്ങാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കും. അല്ല, ഇതിനെക്കുറിച്ച് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനില്ല. ഇത് ഏറ്റവും ആദ്യം ചെയ്യുന്നത് സർക്കാർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. അത് നമ്മളത് പരമാവധി കൈകാര്യം ചെയ്യുക, നമ്മളത് വൃത്തിക്ക് നടുക. ഇവിടെ നമുക്ക് ഒരുപാട് സംഭവം കാണാൻ പറ്റും. മേടിക്കാൻ ഒത്തിരി ആൾക്കാരാണ്, പക്ഷെ നടാനും പരിപാലിക്കാനും വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയോട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരാദ്യം പറഞ്ഞ കാര്യം ഇതാണ്: നിങ്ങൾ 50% പച്ചക്കറി തന്നെ ഉപയോഗിക്കുക, വേറെ ഒന്നും കുട്ടി ചെയ്യാൻ. ഈ 50% പച്ചക്കറി മാത്രം ഫ്രൂട്ട്സ് ഉപയോഗിക്കാനുള്ള ആ സംഭവത്തിലാണ് മെയിനായിട്ട് നടത്തിയേക്കുന്നത്. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ള ഇത്രേ ഉള്ളൂ, ഇത് വളരെ നല്ല കാര്യമാണ്. അതുപോലെ ഇത് പരിപാലിക്കുന്നത് കൊണ്ട് വലിയൊരു ചിലവുള്ളൊരു സംഭവമൊന്നുമല്ല. പ്ലാവും മാവും റംബൂട്ടാനും ഒക്കെ നമ്മൾ പറമ്പിൽ പണ്ട് കാരണന്മാർ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. പഴമയിലേക്ക് വരിക എന്നുള്ളൊരു വലിയ കാര്യമാണ്. പണ്ട് മൺചട്ടിയും ചിരട്ടപ്പാമ്പും ഉപയോഗിച്ചിരുന്ന ഒരാൾക്ക് വലിയ ആൾക്കാർക്ക് അസുഖമില്ല. അന്ന് എന്ന് പറഞ്ഞ പോലെ ഇത് എല്ലാവരും
വളരെ കാര്യമായി കൃഷി ചെയ്യുക. അടുത്ത വർഷം തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. ബാക്കിയുള്ള കർഷകർക്കും ഇതുപോലെ തൈ ലഭ്യമാകട്ടെ എന്നും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.